നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. നമ്മുടെ നിയമവ്യവസ്ഥ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട് ഈ വാക്കുകൾ. പാലത്തായി പീഡനക്കേസിൽപ്പെട്ട അധ്യാപകനും BJP നേതാവുമായ പത്മരാജന് മരണം വരെ ജീവപര്യന്തം. പിന്നാലെ പത്മരാജനെ ജോലിയിൽ നിന്ന് പുറത്താക്കി വിദ്യാഭ്യാസ വകുപ്പ്. 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ കടവത്തൂർ മുണ്ടത്തോടിലെ കുറുങ്ങാട്ട് ഹൗസിൽ കെ പത്മരാജൻ എന്ന 49 വയസ്സുകാരന് ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. പത്മരാജൻ കുറ്റക്കാരനെന്ന് തലശ്ശേരി അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി MD ജലജറാണി ഇന്നലെ കണ്ടെത്തി. 2020 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് കേസിനാസ്പദമായ സംഭവം. അന്നു മുതൽ ഏറെ വിവാദങ്ങൾ ഉയർത്തി പാലത്തായി പീഡന കേസ്. 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ശുചിമുറിയിൽ വച്ച് 3 തവണ പീഡിപ്പിച്ചു എന്നാണ് കേസ്. 376A 376B വകുപ്പുകൾ പ്രകാരം മരണം വരെ ജീവപര്യന്തമെന്നാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പോക്സോ ആക്ട് പ്രകാരം ആദ്യ 20 വർഷ കഠിന തടവും ഇതിനുശേഷം ജീവപര്യന്തം ശിക്ഷയും. കോടതിയുടെ കണ്ടെത്തൽ ശരിയാണ് എന്ന് നമുക്ക് കരുതാം. എന്നാൽ അതിലപ്പുറം ഇന്നലെ പത്മരാജൻ പറഞ്ഞ ചില വാക്കുകൾ ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ തന്നെപ്പോലൊരു നിരപരാധി ശിക്ഷിക്കപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നുവെന്നാണ് പത്മരാജന്റെ മറുപടി. ചെയ്യാത്ത കുറ്റത്തിനാണ് താൻ ശിക്ഷിക്കപ്പെടുന്നത്. രാഷ്ട്രീയ പ്രവർത്തകനായി എന്ന പേരിൽ ഇത്തരത്തിൽ കെട്ടിച്ചമച്ച കേസുകൾ ഭാവിയിൽ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. ഈ കേസ് മൂലം തന്റെ ഭാര്യയും കുട്ടികളും ആത്മഹത്യ ചെയ്താൽ അതിന് ഉത്തരവാദി പ്രദേശത്തെ മത തീവ്രവാദ സംഘടനകൾക്കായിരിക്കുമെന്നും പത്മരാജൻ കോടതിയോട് പറഞ്ഞു. പത്മരാജന്റെ വാക്കുകൾ കോടതി വിധിക്കൊപ്പം ചേർക്കണമെന്ന് പത്മരാജന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. എന്നാൽ ഇതെല്ലാം നേരത്തെ പറഞ്ഞതാണ്, രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് ജഡ്ജി വ്യക്തമാക്കി. കേസിൽ ശാസ്ത്രീയ തെളിവുകളുണ്ട് എന്ന് കോടതി വ്യക്തമാക്കി. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ശുചിമുറിയിലെ ടൈലുകളിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അങ്ങനെ ടൈലുകളിൽ രക്തക്കറ കണ്ടെത്തി എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ടൈലുകളിൽ വന്ന രക്തക്കറയെക്കുറിച്ച് ചില വിവാദങ്ങൾ തുടക്കത്തിൽ തന്നെ ഉയർന്നു കേട്ടിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിവാദങ്ങൾ ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ പത്മരാജന്റെ വാക്കുകൾ കോടതിയിൽ കേൾക്കുമ്പോൾ ചില സംശയങ്ങൾ നമുക്ക് മനസ്സിൽ തോന്നുക സ്വാഭാവികം. എന്റെ ഭാര്യയും കുട്ടികളും ആത്മഹത്യ ചെയ്താൽ അതിന് ഉത്തരവാദികൾ SDPIയും മത തീവ്രവാദികളുമാണ് എന്ന് പത്മരാജൻ കോടതി മുറിക്കുള്ളിൽ പറയുന്നു. പത്മരാജന്റെ ഈ വിശദീകരണത്തിൽ വസ്തുതകളുണ്ട് എന്ന് സംഘപരിവാർ ഇപ്പോൾ കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് തന്നെ അതിവേഗ അപ്പീലിനുള്ള ശ്രമം അവർ ഒരുമിച്ച് തുടങ്ങി. പാലത്തായി കേസിൽ ഏറ്റവും ഒടുവിൽ കേസന്വേഷണ ഉദ്യോഗസ്ഥൻ രത്നകുമാർ ആയിരുന്നു. രത്നകുമാറിനെ സംബന്ധിച്ച് ഒട്ടനവധി സംശയങ്ങൾ BJP ഉയർത്തുന്നു. 12 വയസ്സിന് താഴെയുള്ള കുട്ടിയെ ഒന്നിൽ കൂടുതൽ തവണ പീഡിപ്പിച്ചതിന് പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും ബലാത്സംഗം ചെയ്തതിന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരവുമാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 2020 ജനുവരിയിലും ഫെബ്രുവരിക്കുമിടയിൽ സ്കൂളിലെ ശൗചാലയത്തിൽ കൊണ്ടുപോയി 3 തവണ ലൈംഗികമായി കുട്ടിയെ പീഡിപ്പിച്ചു എന്നതാണ് കേസ്. 2020 മാർച്ച് 17-ന് പോലീസ് കേസെടുത്തു. ഏപ്രിൽ 15-ന് പൊയിലൂർ വിളക്കോട്ടൂരിൽ നിന്ന് പ്രതിയെ പിടികൂടി. ഈ കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചും അതിനുശേഷം പ്രത്യേക അന്വേഷണ സംഘവും അന്വേഷിച്ചു. പാലത്തായി പീഡനക്കേസിൽ ഏറെ വിവാദമുണ്ടാക്കിയത് ശ്രീജിത്ത് എന്ന IPS ഉദ്യോഗസ്ഥന്റെ ശബ്ദരേഖയാണ്. ശ്രീജിത്ത് തന്റെ ഫോൺ സംഭാഷണത്തിൽ പാലത്തായി പീഡനക്കേസിൽ പത്മരാജൻ നിരപരാധിയാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. പിന്നീട് ഈ ശബ്ദരേഖ ആ IPS ഉദ്യോഗസ്ഥൻ ഇതുവരെ നിഷേധിച്ചിട്ടുമില്ല. ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം ആദ്യം കേസ് അന്വേഷിച്ചുവെങ്കിലും പത്മരാജൻ നിരപരാധിയാണ് എന്ന കണക്കുകൂട്ടലിലെത്തിയിരുന്നു. എന്നാൽ പിന്നീട് തീരമേഖല ADG PJ ജയരാജൻ, അസിസ്റ്റന്റ് കമ്മീഷണർ TK രത്നകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം 2021 മെയ്യിൽ അന്തിമ കുറ്റപത്രം നൽകി. ഇതിൽ രത്നകുമാർ ശ്രീകണ്ഠാപുരത്തെ CPM സ്ഥാനാർത്ഥിയാണിപ്പോൾ. നേരത്തെ നവീൻ ബാബു കേസ് അന്വേഷിച്ചതും ഇതേ രത്നകുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. അതുകൊണ്ട് തന്നെ രത്നകുമാറിനെ കുറിച്ച് ഏറെ സംശയങ്ങൾ പൊതുസമൂഹത്തിനുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ വിരമിച്ച രത്നകുമാർ പിന്നീട് ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കോട്ടൂർ വാർഡിലാണിപ്പോൾ മത്സരിക്കുന്നത്.
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി ദിവ്യ പ്രതിയായ കേസിൻ്റെ അന്വേഷണം ശരിയായ രീതിയിലല്ല എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം പറയുമ്പോൾ അവിടെ ഏറെ സംശയങ്ങളുടെ ചൂണ്ടുമുനയിൽ നിൽക്കുന്നത് ഇതേ രത്നകുമാർ. 2020 മാർച്ച് 16 തലശ്ശേരി ഡിവൈഎസ്പിക്ക് ലഭിച്ച ഒരു പരാതി. BJP തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി മുൻ പ്രസിഡന്റും സംഘപരിവാർ അധ്യാപക സംഘടന NTUവിൻ്റെ ജില്ലാ നേതാവുമായ പ്രതി പത്മരാജൻ കുട്ടിയെ സ്കൂളിലെ ശുചിമുറിയിൽ വെച്ചും മറ്റൊരു വീട്ടിൽ വെച്ചും ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി. തലശ്ശേരി ഡിവൈഎസ്പി പാനൂർ പോലീസിന് ഈ പരാതി കൈമാറി. അന്വേഷണത്തിൽ പരാതി വ്യാജമെന്നായിരുന്നു ആദ്യ കണ്ടെത്തൽ. എന്നാൽ പ്രതിക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധമുയർന്നു, പ്രത്യേകിച്ച് SDPI പോലുള്ള സംഘടനകളിൽ നിന്ന്. അങ്ങനെ ഒടുവിൽ ഏപ്രിൽ 15 പത്മരാജനെ കസ്റ്റഡിയിലെടുക്കുന്നു. അന്വേഷണ സംഘത്തിനെതിരെ പരാതിക്കാരിയായ പെൺകുട്ടിയുടെ കുടുംബത്തിൽ നിന്ന് വിമർശനങ്ങൾ. ഇതിനെ തുടർന്നാണ് കേസ് ക്രൈംബ്രാഞ്ചിന് വിടുന്നത്. ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ അലംഭാവം കാട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടിയുടെ കുടുംബക്കാർ വീണ്ടും രംഗത്തിറങ്ങി. ഒടുവിൽ 90 ദിവസം തികയുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് കുറ്റപത്രം സമർപ്പിക്കുന്നു. പോക്സോ വകുപ്പ് ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പോക്സോ ചുമത്താത്തതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ നിന്ന് പ്രതിക്ക് ജാമ്യം ലഭിച്ചു. എന്നാൽ ഈ അന്വേഷണം തെറ്റായ ദിശയിലാണ് എന്ന് പറഞ്ഞ് പ്രദേശത്ത് വലിയ പ്രതിഷേധങ്ങൾ. കുട്ടിയുടെ ബന്ധുക്കൾ കോടതിയെ സമീപിക്കുന്നു. തുടർന്ന് വീണ്ടും അന്വേഷണ സംഘത്തെ മാറ്റി. DIG S ശ്രീജിത്തിനായിരുന്നു അന്വേഷണ ചുമതല. അന്വേഷണത്തിനിടയിൽ പ്രതി നിരപരാധിയാണ് എന്ന് S ശ്രീജിത്ത് പറയുന്ന ശബ്ദരേഖ അന്ന് വൈറലായി. ഇതിനു പിന്നാലെ വീണ്ടും അന്വേഷണ സംഘത്തെ മാറ്റുന്നു. ഇതോടെയാണ് തളിപ്പറമ്പ് DYSP ആയിരുന്ന TK രത്നകുമാർ രംഗത്തെത്തുന്നത്. രത്നകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഒടുവിൽ പത്മരാജൻ കുറ്റവാളിയാണ് എന്ന് കണ്ടെത്തിയത്. 5 തവണ അന്വേഷണ സംഘത്തെ മാറ്റുന്നു. ഓരോ തവണയും അന്വേഷണ സംഘം പത്മരാജൻ നിരപരാധിയാണ് എന്ന വിലയിരുത്തലിൽ എത്തുമ്പോഴായിരുന്നു ഈ വ്യതിയാനം വരുത്തൽ. പീഡന പരാതിക്ക് മുൻപിൽ SDPIയും ജമാഅത്ത് ഇസ്ലാമിയുമാണ് എന്ന് BJP തുടക്കം മുതൽ ആരോപണമുന്നയിച്ചു. പത്മരാജനെ കുടുക്കുകയായിരുന്നു ചിലരുടെ ലക്ഷ്യം. മുസ്ലിം ഭൂരിപക്ഷ സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന പത്മരാജൻ എന്ന BJP നേതാവിനെ കുടുക്കിയതാണോ ഈ കേസ് എന്ന സംശയം അന്നു മുതൽ പല തലങ്ങളിൽ ഉയർന്നു കേട്ടു. കുട്ടിയുടെ അമ്മാവൻ 2020 മാർച്ച് 16 രാത്രി പ്രദേശത്തെ SDPI പ്രവർത്തകരോടാണ് ആദ്യം ഈ പരാതി ഉന്നയിക്കുന്നത്. പരാതി അറിഞ്ഞയുടൻ പോലീസിനെ സമീപിക്കാനുള്ള ശ്രമം SDPI നടത്തി എന്നവർ വിശദീകരിക്കുന്നു. എന്നാൽ ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് തുടക്കം മുതൽ BJPയുടെ ആരോപണം. കോടതി വിധി വന്നതിന് പിന്നാലെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ്. ഈ കുറിപ്പ് ഇപ്പോൾ വൈറലാണ്. സെമസ്റ്റിക് സ്ലോട്ടർ എന്ന പേജിലാണ് ഇത്തരമൊരു കുറിപ്പ് വന്നിരിക്കുന്നത്. ഈ കുറിപ്പ് വലിയ തോതിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ ഇപ്പോൾ പടർന്നൊഴുകുകയാണ് കേരളത്തിൽ. വളരെ വേദനയോടെ ചില കാര്യങ്ങൾ പറയട്ടെ. പറയുന്ന സംഭവത്തിലെ മാഷ് നിങ്ങൾ തന്നെയെന്ന് സങ്കല്പിച്ചുകൊണ്ട് വായിക്കുക. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ പാലത്തായിയിലെ UP സ്കൂളിൽ അധ്യാപകനായിരുന്ന പത്മരാജൻ മാഷ് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പൗരത്വ നിയമ ഭേദഗതിക്ക് അനുകൂലമായൊരു പോസ്റ്റ് ഇട്ടു. അന്ന് അദ്ദേഹം അവിടുത്തെ പ്രാദേശിക BJP ഭാരവാഹിയായിരുന്നു. തുടർന്ന് പ്രദേശത്തുള്ള ആൾക്കാർ പരാതി പറയുകയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ മാഷ് ആ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം കുട്ടികളെ ക്യാൻവാസ് ചെയ്യാനായി അതേ സ്കൂളിലെ അറബി അധ്യാപിക വീടാന്തരം കയറിയിറങ്ങിയപ്പോൾ അതിലൊരു മുസ്ലിം വീട്ടിലെ ഒരു വ്യക്തി ടീച്ചറോട് പറയുന്നു, എന്തെങ്കിലും കേസിൽ കുടുക്കി അയാൾ അവിടെ നിന്ന് ഒഴിവാക്കിക്കൂടെ ടീച്ചറെ. ഇത് കഥയുടെ ആദ്യ ഭാഗം. ഇനി രണ്ടാം ഭാഗം. അതേ സ്കൂളിൽ പഠിക്കുന്ന ഒരു 10 വയസ്സുകാരി മുസ്ലിം കുട്ടി മേൽപ്പറഞ്ഞ അധ്യാപകൻ തന്നെ ശുചിമുറിയിൽ വെച്ച് 2 മാസങ്ങൾക്കിടയിൽ 3 തവണ ബലാത്സംഗം ചെയ്തുവെന്നും അതിൽ 2 തവണ ഒരേ ദിവസം തന്നെ ചെയ്തുവെന്നും ആരോപണം ഉന്നയിക്കുന്നു. നേരത്തെ പറഞ്ഞ കേസിൽ കുടുക്കി ഭാഷയെ ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിച്ച അതേ ആളുടെ പെങ്ങളുടെ മകളാണ് ഈ കുട്ടി. തുടർന്ന് പാലത്തായി പീഡന കേസ് ആരംഭിക്കുന്നു. 2020 മാർച്ച് 17 പെൺകുട്ടി താൻ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ശുചിമുറി ആ സ്കൂളിലെ 400-ലധികം കുട്ടികൾ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. പീഡനം നടന്നതോ രാവിലെ ഇൻ്റർവെൽ സമയമായ 11, ഉച്ചയ്ക്ക് ലഞ്ച് സമയമായ 1 മണി. സംഭവം നടന്ന ശുചിമുറി ആവട്ടെ മേൽക്കൂരയില്ലാത്തതും വലിയൊരു ഹാൾ പോലെ ഒരാൾ പൊക്കത്തിൽ മൊത്തമായി കെട്ടിയത് 6ആയി ഭാഗിച്ച് ഓരോ ഭാഗങ്ങളിലും ഒരേ സമയം 6 കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുമാണ് പണിതിട്ടുള്ളത്. കൃത്യം നടന്നു എന്ന് പറയുന്ന മുറിക്ക് കുറ്റിയും കൊളുത്തുമൊന്നുമില്ല. ഈ ശുചി മുറികൾക്ക് 1.5 മീറ്റർ അടുത്ത് തന്നെയായി ഉള്ളതാവട്ടെ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് മുറികളും. അതായത് 1.5 മീറ്റർ അപ്പുറത്ത് 10-40 കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ തുറന്ന ശുചിമുറിയിൽ വെച്ച് അധ്യാപകൻ തന്നെ ബലാത്സംഗം ചെയ്തതായി കുട്ടി പരാതി പറയുന്നത്. തൻ്റെ ഷാൾ ഊരി തൻ്റെ കയ്യിൽ കെട്ടുകയും മാഷ് സ്വന്തം മുണ്ടൂരി കുട്ടിയുടെ വായ കെട്ടുകയും ചെയ്തു എന്ന് മൊഴി.
മാഷ് പോയ ശേഷം താനാണ് മുണ്ട് വായിൽ നിന്ന് അഴിച്ചെടുത്തതെന്ന് കുട്ടി പറയുന്നു. അപ്പോൾ മാഷ് പുറത്തു പോയത് മുണ്ടില്ലാതെ എന്നാണ് മനസ്സിലാവുക. അതെങ്ങനെ സംഭവിക്കും? ആയാൽ ഒരു വ്യക്തി എങ്കിലും ശ്രദ്ധിക്കേണ്ടതല്ലേ? അതുമാത്രമല്ല, മൊബൈലിൽ തൻ്റെ നഗ്നചിത്രമെടുത്ത് അവളുടെ തന്നെ ഉമ്മയ്ക്കും കൂട്ടുകാരിക്കും അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. ഇതിലൊക്കെ പ്രധാനം, ഇത്ര ക്രൂരമായ 1.5 മണിക്കൂർ ഒരു മുതിർന്ന പുരുഷന്റെ പീഡനം ഏറ്റ വെറും 10 വയസ്സുള്ള പെൺകുട്ടി ഉച്ചയ്ക്ക് ശേഷം വീണ്ടും അതേ ക്ലാസ്സിൽ തന്നെ വൈകുന്നേരം വരെ മറ്റു കുട്ടികളുമായി കളിച്ചും ചിരിച്ചും ഇരിക്കുകയും ചെയ്തുവത്രേ. ആരോടും ഇതൊന്നും പറഞ്ഞുമില്ല. ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ നിലവിളിച്ചുമില്ല. ഒരുപക്ഷെ നിലവിളിച്ചാൽ 1.5 മീറ്റർ അപ്പുറത്തുള്ള സഹപാഠികൾ കേട്ട് അവർ വന്ന് രക്ഷിച്ചാലോ എന്ന് പേടിച്ചാവും. കുട്ടിയെ പരിശോധിച്ച ഡോക്ടർ ബലാത്സംഗം നടന്നിട്ടില്ല എന്നും ഗുഹ്യഭാഗത്തെ മുറിവ് ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് ചൊറിഞ്ഞപ്പോൾ ഉണ്ടായിരിക്കുന്ന നിസ്സാര പോറലുകൾ മാത്രമാണെന്നും റിപ്പോർട്ട് കൊടുക്കുന്നു. മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പരാതി കിട്ടിയ ശേഷം അത് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ ജനറൽ എസ് ശ്രീജിത്ത് കേസ് ഡയറിയിൽ എഴുതിവെച്ച വിവരങ്ങളാണ്. കുട്ടി പറഞ്ഞ മൊഴിപ്രകാരം തന്നെ അവിടെ പിടിച്ചുവെച്ച ശേഷം കൊളുത്തിട്ടു എന്നാണെങ്കിലും അവിടെയുള്ള അധ്യാപകരും കുട്ടികളും പറയുന്ന മൊഴിയിൽ അവിടെ കൊളുത്തില്ലാതെ മാസങ്ങൾ കഴിഞ്ഞിരുന്നു. അതുപോലെയുള്ള 155 വൈരുദ്ധ്യങ്ങൾ കുട്ടിയുടെ മൊഴിയുമായും യഥാർത്ഥ വസ്തുതകളുമായും ഉള്ളതായി കേസന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അബ്ദുൾ റഹീം കേസ് ഡയറിയിൽ രേഖപ്പെടുത്തി. SI സുധയുടെ കണ്ടെത്തലുകളും ഇതിൽപ്പെടുന്നു. അതിലൊക്കെ പ്രധാനം ഡിവൈഎസ്പി അബ്ദുൾ റഹീം എഴുതിയ മറ്റൊരു കാര്യമാണ്. അതിങ്ങനെയാണ്: പ്രതിയുടെ രാഷ്ട്രീയ പ്രതിയോഗികളായ കമ്മ്യൂണിസ്റ്റ് ജമാഅത്ത് ഇസ്ലാമി SDP ആൾക്കാർ ചേർന്ന് ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും കുട്ടിയുടെ മൊഴിയെ പലതവണ മാറ്റിമറിക്കുകയും ചെയ്ത്. അത് എന്താണെന്ന് ഇനി പറയാം. ആദ്യം കുട്ടി പറഞ്ഞത് പീഡനങ്ങൾ നടന്ന ജനുവരി 15 മുൻപുള്ള ഒരു ദിവസവും 15 ഫെബ്രുവരി 2 ഇടയിൽ എന്നായിരുന്നു. അന്വേഷണത്തിൽ ഈ ദിവസങ്ങളിൽ മാഷ് പെങ്ങളുടെ ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നാട്ടിലുമൊക്കെ ആയിരുന്നു എന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞപ്പോൾ തീയതികൾ അടുത്ത മൊഴിയിൽ മാറി. ജനുവരി 14 വരെ മാഷ് ലീവിലായിരുന്നതിനാൽ ജനുവരി 15 ആദ്യ പീഡനം, പിന്നെ 26, പിന്നെ ഫെബ്രുവരി 2, പിന്നെ ഫെബ്രുവരി 2 ഇന്നോ 2ാം ശനിയാഴ്ചയോ എന്നാക്കി മാറ്റി. എന്നാൽ ഈ പറഞ്ഞ ദിവസങ്ങളിലെ ഫെബ്രുവരി 2 സ്കൂളില്ലായിരുന്നു എന്നും മറ്റു ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മൊബൈൽ നാട്ടിലായിരുന്നു, പാലത്തായിലായിരുന്നില്ല എന്നും തെളിഞ്ഞു. ജനുവരി 26 റിപ്പബ്ലിക് ഡേയുമായിരുന്നു. അന്ന് മാഷ് സ്കൂളിൽ എത്തിയിരുന്നില്ല എന്നും തെളിഞ്ഞു. അതുപോലെ തന്നെ 3ാം തവണ ബലാത്സംഗം ചെയ്ത ഫെബ്രുവരി 2 മാഷ് തന്നെ പാനൂരിലുള്ള ഒലിവ് ഹോട്ടലിൽ കൊണ്ടുപോയി എന്നും അവിടെ നിന്നും പൊയിലൂരിലുള്ള ഒരു അമ്പലത്തിൽ എത്തിച്ചു എന്നും ക്ഷേത്രപൂജാരി എന്തോ തീർത്ഥം കുടിപ്പിക്കുകയും സിന്ദൂരം ചാർത്തുകയും ഹിന്ദു പേര് വിളിക്കുകയും ചെയ്തു. അതിനുശേഷം അങ്ങോട്ടേക്ക് 5000 നമ്പർ ബുള്ളറ്റിൽ വന്ന ഒരാളുടെ രണ്ടാമത് കൊടുത്ത ഈ മൊഴിയിലെ ഈ ആൾ ആരെന്നറിയുമോ? RSS നേതാവായ മനോജ്. ഒരു വെടിക്ക് 2 പക്ഷിയാണ് ജമാഅത്ത് ഇസ്ലാമി നോട്ടമിട്ടതെന്ന് വ്യക്തം. ഇയാളുടെ കൂടെ തന്നെ പറഞ്ഞയക്കുകയും അയാൾ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയതിനു ശേഷം തന്നെ ബലാത്സംഗം ചെയ്യുകയും അത് കഴിഞ്ഞ് അവിടെയുള്ള ബാത്ടബിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുകയും സാധിക്കാതെ വന്നപ്പോൾ തിരികെ അവിടേക്ക് വന്ന മാഷിൻ്റെ കൂടെ അയക്കുകയും മാഷ് തന്നെ വീട്ടിലേക്ക് തിരികെ കൊണ്ടാക്കുകയും ചെയ്തു എന്നാണ് മൊഴി. നടന്നതൊന്നും അവൾ ആരോടും പറയില്ലെന്ന് കരുതാനും മാത്രം ഒരു വ്യക്തി മണ്ടനാവുമോ? അതും ഒരു വധശ്രമത്തിനും ശേഷം പോലും. മൊഴിയിലെ കാര്യങ്ങൾ പരിശോധിച്ച ഡിവൈഎസ്പി അബ്ദുൾ റഹീം മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കള്ളമാണ് എന്ന് അന്വേഷിച്ച് ഡയറിയിൽ എഴുതുകയും അങ്ങനെ ഒരു അമ്പലമോ ഹോട്ടലോ വീടോ ഒന്നുമേ അവിടങ്ങളിലില്ല എന്ന് എഴുതുകയും കുട്ടിയുടെ മാനസിക നില പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിനനുസരിച്ച് കുട്ടിയെ സൈക്കോ സോഷ്യൽ ടെസ്റ്റിന് വിധേയമാക്കുകയും കുട്ടിക്ക് സ്ഥിരമായി കള്ളം പറയുന്ന സ്വഭാവവും മൂഡ് സ്വിങ്ങും വളരെ ഹാലൂസിനേഷനും അതുകൊണ്ട് തന്നെ നടക്കാത്ത സംഭവങ്ങൾ നടക്കുന്നതായി കൽപ്പനകൾ ഉണ്ടാക്കുന്ന സ്വഭാവക്കാരിയും അബ്നോർമലായ രീതിയിൽ സെൻസിറ്റീവാണ് എന്നൊക്കെയുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. മാഷിൻ്റെ മൊബൈൽ പരിശോധിച്ചതിൽ നിന്ന് റേപ്പ് നടന്നതായി പറയുന്ന സമയങ്ങളിൽ എല്ലാം തന്നെ അദ്ദേഹം മൊബൈലിൽ സംസാരിച്ചിരുന്നതായും കുട്ടിയുടെയും ഉമ്മയുടെയും കൂട്ടുകാരിയുടെയും നമ്പർ അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നും ഉമ്മയുടെ മൊബൈലിൽ മാഷിൻ്റെ മൊബൈലിൽ നിന്ന് ചിത്രമോ മെസ്സേജോ വന്നിട്ടില്ല എന്ന് തെളിയിക്കുകയും ചെയ്തു. കേസ് കുഴഞ്ഞു മറിഞ്ഞപ്പോൾ കോടതി കേസിൽ കുട്ടിയുടെ മൊഴി ഓഡിയോയും വീഡിയോയുമായി രേഖപ്പെടുത്താൻ IPS ഓഫീസറായ ഒരു വനിതയെ ഏൽപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുകയും അങ്ങനെ നർക്കോട്ടിക് ACP ആയിരുന്ന രേഷ്മ രമേശൻ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. മൊഴിയിലുടനീളം പരസ്പര വിരുദ്ധതയാണ് ഉണ്ടായിരുന്നത്. ഒന്നും നടന്നില്ലെന്നാണ് ഒരു വനിത കൂടിയായ രേഷ്മ മാഡം കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ കുട്ടി പിന്നീട് കോടതിയിൽ അത്ഭുതകരമായി തന്നെ തൻ്റെ വീഡിയോയും ഓഡിയോയും തൻ്റേതല്ല എന്ന് നിഷേധിക്കുകയും ചെയ്തു. അത് മറ്റാരുടേതാണ് എന്ന് കോടതി ചോദിക്കുകയും ചെയ്തില്ല. കേസിൽ അബദ്ധത്തിൽ അറസ്റ്റിലായ മാഷിനെതിരെ തങ്ങൾക്ക് കേസിൽ നിന്ന് തലയൂരാൻ പോലീസ് നിസ്സാര വകുപ്പുകൾ പ്രകാരം ആദ്യ ചാർജ് ഷീറ്റ് കൊടുക്കുകയും കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ക്രൈംബ്രാഞ്ച് IG ശ്രീജിത്ത് മുഹമ്മദ് എന്നൊരാളുമായി നടന്ന സംഭാഷണം ലീക്കായി. അതിൽ കാര്യകാരണ സഹിതം എന്തുകൊണ്ട് മാഷ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത് കേരളം കേട്ടു. പക്ഷേ ആ സത്യം ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടറായിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത്. ജിഹാദികളും അവരുടെ ഏറാൻമൂളികളായ കമ്മ്യൂണിസ്റ്റ് സർക്കാരും.
ഇത്രയൊക്കെ ആയപ്പോൾ കേസിന് രാഷ്ട്രീയമാനം കൈവരികയും കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞാൽ സ്വന്തം അച്ചിയവരെ വിൽക്കുന്ന 3-4 പോലീസുകാരെ കൂട്ടി ഒരു സ്പെഷ്യൽ അന്വേഷണ ടീമിനെ ഉണ്ടാക്കി അവരിൽ അന്വേഷണം ഏൽപ്പിച്ചു. ആരെയൊക്കെയാണെന്നറിയുമോ? ഇപ്പോൾ ശ്രീകണ്ഠാപുരം കോട്ടൂരിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനിലൂടെ എങ്ങനെയോ കോടീശ്വരനായ മുൻ കണ്ണൂർ ACP ആയ TK രത്നകുമാറും അനേകം കേസുകളിൽ ശിക്ഷ നേരിട്ട കോസ്റ്റൽ ADGP ആയിരുന്ന ജയരാജായിരുന്നു സംഘത്തലവൻ. പീഡനക്കേസിലും മദ്യപിച്ച് ബാറിൽ തല്ലുണ്ടാക്കിയതിനുമൊക്കെയായി അനേക തവണ ശിക്ഷാ നടപടികളെ അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഭക്തൻ. കേസും മാഷ്ടഭാവിയും അതോടെ ഇവരുടെ കയ്യിലായി. രത്നകുമാർ തെളിവ് കെട്ടിച്ചമയ്ക്കാനായി മൊഴിയിലില്ലാത്തതും സ്കൂളിൽ ക്ലാസ്സിന് ദൂരെയായി അധ്യാപകർ ഉപയോഗിക്കുന്ന ഒരു ടോയ്ലറ്റിൻ്റെ ടൈൽസ് എടുത്തുകൊണ്ടുപോയി ഫോറൻസിക്കിൽ കൊടുത്തു. അതിൽ നിന്നുമൊന്നും കണ്ടെത്താനായില്ല. പക്ഷേ ഫോറൻസിക് റിപ്പോർട്ട് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ റിപ്പോർട്ടിൽ മാറ്റിയെഴുതി അത് കോടതിയിൽ കൊടുത്തു. കൂടാതെ അത്തരത്തിലുള്ള അനേക കള്ളങ്ങൾ തെളിവായി കൊടുക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ അതൊന്നും പക്ഷേ കോടതിയിലും വിലപ്പോകുന്ന തെളിവുകളെ അല്ലായിരുന്നു. പക്ഷേ സർക്കാരോ വിധിയോ മാഷിന് വീണ്ടും പാരമണതു. തുടർച്ചയായി കേസ് കേൾക്കുകയും പഠിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്തിരുന്ന ജഡ്ജ് സ്ഥലം മാറിപ്പോയി. അതോ മാറ്റിയോ അറിയില്ല. എന്തായാലും പുതിയ ജഡ്ജ് വന്നു. അവർ ഇത്രയും പ്രമാദമായൊരു കേസ് പഠിക്കാനെടുത്ത സമയം എത്രയെന്ന് അറിയുമോ? ഒരൊറ്റ ദിവസം. പിറ്റേന്ന് കുറ്റക്കാരനെന്ന് കണ്ടെത്തി. അതിൻ്റെ പിറ്റേന്ന് 40 കൊല്ലം കഠിന തടവും കൊടുത്തു മാഷിന്. എല്ലാം സൈക്കോലോജിസ്റ്റിക് വിഭ്രാന്തിയായ കുട്ടിയെന്ന് ഇതേ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തൊരു കുട്ടിയുടെ മൊഴിയെ, അതും പലതവണ ഏച്ചുകെട്ടി വികൃതമാക്കിയ ഒരു മൊഴിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തി. കൺമുന്നിലുള്ള എല്ലാ തെളിവുകളും പട്ടിവിലയാണ് കൽപ്പിച്ചത്. എന്തായാലും കമ്മ്യൂണിസ്റ്റ് ജിഹാദി അച്യുതണ്ട് തൽക്കാലം വിജയിച്ചു എന്നാണ് അന്തിമഫലം. പക്ഷേ ഇത് അന്തിമവിധിയല്ല എന്നോർക്കാം. കോടതി ഇതിനു മേലെയുമുണ്ടല്ലോ. കൂട്ടത്തിൽ പ്രാർത്ഥിക്കാൻ നമുക്കാർക്കും ഈ ഗതി വരരുതേ എന്നും. ഹിന്ദുവായി പോയില്ലേ, അതും കേരളത്തിൽ. ഈ കുറിപ്പിന്റെ ആധികാരികത നമുക്കറിയില്ല. എങ്കിലും ഈ കുറിപ്പ് കൂടി ഈ സംഭവങ്ങളോട് ചേർത്ത് വയ്ക്കാം. പത്മരാജൻ മാഷ് കുറ്റവാളിയെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. തൽക്കാലം കോടതിക്ക് തെറ്റുപറ്റിയില്ല എന്ന് നമുക്ക് കണക്കുകൂട്ടാം. അതല്ല, കോടതി വിധി ഇനി മേൽക്കോടതികളിൽ തിരുത്തപ്പെടുകയാണെങ്കിൽ ഇവിടെ തെറ്റുപറ്റിയെന്ന് ഉറപ്പിക്കാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.